E20 പെട്രോൾ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ അത് പെട്രോളിലെ E20 പെട്രോൾ അതാണ്. ഡീസലിൽ ഏതായാലും ഭാഗ്യത്തിന് അത് ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഡീസൽ വാഹനങ്ങൾക്കൊന്നും പ്രശ്നമില്ല. അപ്പോൾ E20 പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടികളുടെ, അതായത് പെട്രോൾ വാഹനങ്ങളുടെ എഞ്ചിന് തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും എഞ്ചിൻ്റെ ശേഷി കുറയുമെന്നും അതുപോലെ തന്നെ മൈലേജ് കുറയും എന്നും ഒക്കെ ഉള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളാണ്. പെട്രോളിയം മന്ത്രി ഗഡ്കരി പറഞ്ഞേക്കുന്നത് എത്തനോൾ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ BS3 ശ്രേണിയിലുള്ള പെട്രോൾ എഞ്ചിൻ വാഹനങ്ങൾക്ക്, അതായത് 2005 ഏപ്രിൽ 1 2016 ഇടയ്ക്കുള്ള കാലയളവിൽ നിർമ്മിച്ചേക്കുന്ന വാഹനങ്ങൾക്ക്, പെട്രോൾ വാഹനങ്ങൾക്ക് അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കുറ്റസമ്മതം തന്നെ ആയിട്ട് നമുക്കെടുക്കാം. കാരണം E20 പെട്രോളിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് എത്രയോ പേരാ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 2005 ഏപ്രിൽ 1 മുതൽ 2016 വരെ ഉള്ള വാഹനങ്ങൾ. ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോൾ ഞാൻ ഏതാണ്ട് 1.5 വർഷമായുള്ളൂ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഒരു ഇന്നോവ കാർ, നല്ലതായ ഒരു കാറായിരുന്നു ഞാൻ വിറ്റിട്ട്. എൻ്റെ വക ഒരു ഇന്നോവ, അത് 2015 ആണ് അതിൻ്റെ മാനുഫാക്ചറിങ്, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്. ഇപ്പം ഞാൻ ആശ്വസിക്കുകയാണ്, ആ വാഹനം ഏതായാലും നശിക്കാനിടയായില്ല ഇത് ഉപയോഗിച്ചിട്ട്. പിന്നെ ഇതല്ല, അത് പെട്രോളല്ല ഡീസലായിരുന്നു, കണ്ടാൽ കുഴപ്പമില്ല. അപ്പം പെട്രോൾ വാഹനങ്ങൾ അത് കുറവാണ് യഥാർത്ഥത്തിൽ. ഈ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. ഒരുപാട് വാഹനങ്ങൾ ബാക്കി ഇപ്പം മാരുതിയുടെ ആയാലും ഒക്കെ പെട്രോൾ വാഹനങ്ങളല്ലേ കൂടുതലുള്ളത്. അതേപോലുള്ള ഒരുപാട് കമ്പനികളുടെ വാഹനങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, പെട്രോളിയം വാഹനങ്ങൾ. അപ്പോൾ അതിന് കുഴപ്പം വരാം. ഗഡ്കരി പറഞ്ഞത് അതിൻ്റെ ഈ റബ്ബർ പാർട്സ് ഉണ്ടല്ലോ ചിലത്, കാരണം ഇത് മധുരമല്ലേ, ഉരുവും. അപ്പോൾ റബ്ബർ പാർട്സിന് കുറവ് വരാം. അതുപോലെ എൻജിൻ്റെ ഗാഡ്ഗറ്റ് അത് മാറേണ്ടതായിട്ട് വരും. ഒരു വണ്ടിയുടെ എൻജിൻ അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അഴിക്കാൻ, ഇനി അതൊക്കെ ഉള്ളൂ, അത് ചെറിയ പണിയാണ്, വർക്ക്ഷോപ്പിൽ പെട്ടെന്ന് ചെയ്ത് തരുമെന്ന്. ഈ ഗാഡ്ഗറ്റ് ഇയാൾ വെറുതെ തരുമോ നമുക്ക്? ഇല്ലല്ലോ. റബ്ബർ പാർട്സ് എന്ന് പറയുന്നതിന് വിലയുള്ളതല്ലേ, അതാരെങ്കിലും വെറുതെ തരുമോ? ഒന്നുമില്ല. അപ്പോൾ ഇത് E20 പെട്രോൾ ഉണ്ടാക്കിയേ പറ്റൂ, അത് ഉപയോഗിച്ചോണം, അത് അടിച്ചേൽപ്പിക്കുകയാണ്. എന്നാൽ ഇവരൊരു കാര്യം ചെയ്തിട്ട് E20 പെട്രോളിനോടൊപ്പം കുറച്ച് വില കൂട്ടിയിട്ട് സാധാ പെട്രോളും കൂടെ തരട്ടെ. അതെന്തുകൊണ്ട് തരാൻ പറ്റുന്നില്ല? E20 തന്നെ നമ്മളെ കൊണ്ട് കഴിപ്പിച്ചേ വെക്കൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലൊരു വലിയ ദുരുദ്ദേശം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിപ്പോൾ പറയാൻ ഒക്കത്തില്ല. കാരണം അങ്ങനെ പറയുന്നവരുടെ പേരിലൊക്കെ കേസ് എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയാത്തത്, അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. ഇനി അതിൻ്റെ ബാക്കി കാര്യം. അപ്പോൾ ഈ വർത്തമാനം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ മൈലേജ് കുറയുന്നത്, അത് പല കാര്യങ്ങളും ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടും നമ്മളെ ജനറൽ നോളജൊക്കെ നടത്തി ഗഡ്കരി പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ നല്ല രീതിയിൽ ഡ്രൈവിങ് നടത്തിയാൽ കുഴപ്പം വരത്തില്ല, ഡ്രൈവറുടെ പ്രശ്നങ്ങളും കൊണ്ടും. ഇതൊന്നും നേരത്തെ ഇല്ലായിരുന്നല്ലോ, ഈ പ്രശ്നങ്ങളൊന്നും. അപ്പം നമുക്ക് ഇതുപോലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് ജനങ്ങളെടുത്ത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആശാൻ്റെ ശിഷ്യൻ, അതായത് നമ്മുടെ സുരേഷ് ഗോപി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട്. പഠനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചു കാണും, ഞങ്ങളാരും പഠിച്ചിട്ടില്ല. പഠനങ്ങൾ ഒരുപാട് നടത്തിയതിൽ നിന്നും E20 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പം വാഹനങ്ങൾക്ക് വരത്തില്ല. പുതിയ സിദ്ധാന്തം അങ്ങിറക്കി. ആ സിദ്ധാന്തം ഇനി അത് സിനിമ അഭിനയിക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടെ പഠിച്ചു കാണുമായിരിക്കും, നമുക്കറിയില്ല. എന്നിട്ട് ഗഡ്കരി പറയുന്നു 2005 ഏപ്രിൽ 1 2016 ഇടയ്ക്കുള്ള വാഹനങ്ങൾക്ക് ഇതുപോലുള്ള ഈ പറഞ്ഞ തകരാറുകളൊക്കെ വരാം. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞു പഴയ വാഹനങ്ങൾക്ക് ഒരു തകരാറും വരത്തില്ലെന്ന്. എവിടെ നിന്നുള്ള കണ്ടുപിടുത്തമാണ് ആശാൻ നടത്തിയെന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഇതുപോലുള്ള വഷളത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ശീലിച്ചു പോയി. പെട്രോളിയം അല്ലേ, കൊള്ളാം, നല്ലതാണ്. ഇനി ഇതിൻ്റെ പുറകിലുള്ള ചില കാര്യങ്ങളും കൂടെ നമ്മൾ ചിന്തിക്കണം. അതായത് ഇത് വാഹനങ്ങളുടെ എൻജിൻ പ്രശ്നം മാത്രമാണോ ഇതുണ്ടാക്കുന്ന സാമൂഹികമായിട്ടുള്ള യഥാർത്ഥത്തിൽ ചെലവുകൾ, അതേപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതും കൂടെ ചിന്തിക്കണ്ടേ?
ഇതുണ്ടാക്കിയെടുക്കുന്നത് ഈ എത്തനോൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നമ്മുടെ അരിയിൽ നിന്നും, അതേപോലെ നമ്മൾ ആഹാരം കഴിക്കുന്ന അരിയില്ലേ, അതിൽ നിന്നും, കരിമ്പിൽ നിന്നുമാണ്. അപ്പോൾ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വെള്ളം വലിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. നെല്ലായാലും കരിമ്പായാലും അതിൻ്റെ കൃഷി കൂടുതൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഷോർട്ടേജ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കാം. ഇനി അതുമല്ല പ്രശ്നം. ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്നലത്തെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നേക്കുന്ന ഒരു ലേഖനമുണ്ട്. അത് നോക്കുമ്പോൾ ഒന്നെന്നറിയാം, അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. FCI ഈ കഴിഞ്ഞ വർഷം 40% വിലക്കുറവിലാണ് അരി സ്വകാര്യ കമ്പനികൾക്ക് എത്തനോൾ നിർമ്മാണത്തിന് കൊടുത്തേക്കുന്നത്. അതിലെ സ്വകാര്യ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഗഡ്കരി പുത്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്വകാര്യ കമ്പനികളെന്ന് ഉദ്ദേശിച്ചാൽ മതി. അതിൽ 40% വില കുറച്ചാണ് അരി കൊടുത്തേക്കുന്നത്. നമുക്കൊക്കെ ഭക്ഷിക്കേണ്ട അരിയാണ് ഈ എടുത്ത് കൊടുക്കുന്നത്. അതെന്തെന്നറിയാം, ഇത് രാജ്യസഭയിലുള്ള ഒരു ചോദ്യത്തിന് എഴുതി നൽകിയ മറുപടിയാണ് ഇത്. അതിനകത്ത് പറഞ്ഞേക്കുന്നത്, അതായത് 3720 മുതൽ 3889 വരെ രൂപ വിലയുള്ള അരി. അപ്പോൾ ഒരു കിൻഡലിന് ഇത്രയും വില, 3720 മുതൽ 3889 വരെ കിൻഡലിന് വിലയുള്ള അരി ഈ കമ്പനികൾക്ക് കൊടുത്തേക്കുന്നുണ്ടല്ലോ. 2250 രൂപ മുതൽ 2320 രൂപ വരെ ഉള്ള വിലയ്ക്കാണ്. ഒന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ. പാവങ്ങൾക്ക് അരി കൊടുക്കണമെങ്കിൽ കാശ് വാങ്ങിക്കും, സാധാരണക്കാർക്ക് അരി കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വില കൊടുക്കണം. പക്ഷേ ഇതേപോലെ വലിയ ആളുകളുടെ മക്കൾക്കും ഇവർക്കും ഒക്കെ നടത്തുന്ന സ്വകാര്യ കമ്പനികൾ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നവന്മാർക്ക് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ രൂപയ്ക്കാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്കത് കൊടുക്കാം. ഈ കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടല്ലോ 6 ദശലക്ഷം ടൺ അരിയാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. 6 ദശലക്ഷം ടൺ അരി കൊടുത്തേക്കുന്നത്. അതാണ്, അതായത് 6 മില്യൺ ടൺ അരിയാണ് ഇതുപോലെ സ്വകാര്യ കമ്പനികൾക്ക് ഈ വിലയ്ക്ക് 40% വിലക്കുറവിൽ കൊടുത്തേക്കുന്നത്. അപ്പം ചിന്തിക്കേണ്ടത് 20% മാത്രം പെട്രോളിനകത്ത് എത്തനോൾ കലർത്തുമ്പോഴാണ് ഇത്രയും. ഒരു വർഷത്തിൽ 6 മില്യൺ ടൺ അരി കൊടുക്കേണ്ടതായിട്ട് വന്നത്. വെറും 20% മാത്രം ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ പരിപാടികളൊക്കെ എന്താണെന്നറിയോ? എത്തനോളുകാരെ അങ്ങനെ വിടാൻ പറ്റത്തില്ല, അവരെ സഹായിക്കണ്ടേ. അതിന് ഇനി 85% വരെ എത്തനോൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആ രീതിയിലാണ്. അപ്പോൾ കരിമ്പും അരിയും മുഴുവൻ എടുത്തങ്ങ് പെരുമാറാം. ഇതാണ് നമ്മൾ വരുന്നേക്കുന്നത്. അപ്പോൾ 85% എത്തനോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്തുമാത്രം ഉൽപ്പാദനം വേണ്ടി വരും, എന്തുമാത്രം റോ മെറ്റീരിയൽസ്, അതായത് അരി ഉപയോഗിക്കണം, എന്തുമാത്രം. ഇത് 6 ദശലക്ഷം ടൺ അരി ഈ കഴിഞ്ഞ വർഷം മാത്രം ഉപയോഗിച്ചപ്പോൾ അത് 20% എത്തനോൾ കലർത്താൻ വേണ്ടി മാത്രം. 85% ആകുമ്പോൾ എന്ത് വരും ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഭക്ഷ്യ സുരക്ഷ ഒന്ന് നോക്കണ്ടേ. അതായത് ഇവിടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നുടനെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആളുകൾക്ക് അവസാനം ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ വരും. ഇതിലേക്ക് ഉള്ള ഒരു പോക്കാണ് ഈ പോകുന്നത്. ഒരു കാര്യവും ഇതുകൊണ്ടില്ല, യാതൊരു കാര്യവുമില്ല. ഇത് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് നമുക്ക് അതിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കി അന്തസ്സായിട്ട് കഴിയുന്നതിന് പകരം ഇവന്മാരുണ്ടാക്കുന്ന എത്തനോൾ നമ്മൾ ഒഴിച്ച് ഇത് കയറ്റാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ കാര്യം എന്താണെന്ന്? ഇതെന്താണെന്നുള്ള ഞാൻ പറയുന്നില്ല, കാരണം ബോംബെ ഹൈക്കോടതി ഗഡ്കരിക്ക് കേസ് കൊടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. കേൾക്കുന്നവരൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി.